നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ആൻഡി ഓഗിൻസിന്റെ ആഹ്വാനത്തെ തുടർന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുൻനിര സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മംദാനിയുടെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കാൻ കഴിയുമോ എന്ന് ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നു. ഓൾഗിൻസ് അറ്റോർണി ജനറൽ പാം ബോണ്ടിക്ക് അയച്ച കത്തിൽ ഹമാസിനെ സഹായിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഒരു ഫൗണ്ടേഷന്റെ അംഗങ്ങളെ എന്റെ കൂട്ടുകാർ എന്ന് പരാമർശിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു റാപ്പ് ഗാനത്തെ മംദാനി US പൗരത്വം നേടിയത് ഭീകരതയ്ക്കുള്ള ഭൗതിക പിന്തുണ മറച്ചുവെച്ചാണെന്ന് ഓൾഗിൻസ് അവകാശപ്പെടുന്നു. അറ്റോർണി ജനറൽ പാം ബോണ്ടിക്ക് അയച്ച കത്തിൽ മംദാനി ഇന്തിഫാദയെ ആഗോളവൽക്കരിക്കുക എന്ന വിവാദ മുദ്രാവാക്യം നിരസിക്കാൻ അടുത്തിടെ വിസമ്മതം കാണിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നറിയപ്പെടുന്ന നികുതി ചെലവ് ചുരുക്കൽ പാക്കേജ് US സെനറ്റ് പാസാക്കി. വൈസ് പ്രസിഡന്റ് JD വാൻസ് ടൈ ബ്രേക്കർ വോട്ട് ചെയ്തു. ഡെമോക്രാറ്റുകളുടെ 3 റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ റാൻഡ പോൾ, സൂസൻ കോളിൻസ്, ടോം ടില്ലിറ്റ്സ് എന്നിവരുടെയും കടുത്ത എതിർപ്പിനെ അവഗണിച്ച് 51-50 എന്ന നേരിയ ഭൂരിപക്ഷത്തോടെ ബിൽ സെനറ്റിൽ പാസായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു പാകിസ്ഥാൻ. പെട്രോളിന്റെ വില ലിറ്ററിന് 8.36 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ വർധനവോടെ പെട്രോളിന്റെ വില 258.43 രൂപയിൽ നിന്ന് 266.79 രൂപയായി ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാനുള്ള സൈനിക പിന്തുണ തുർക്കി വർദ്ധിപ്പിക്കുകയാണെന്ന റിപ്പോർട്ട് ആശങ്ക ഉളവാക്കുന്നു. തുർക്കിയുടെ പുതിയ നീക്കങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് ഇന്ത്യ. പക്ഷേ ഇപ്പോൾ തുർക്കിയിൽ നിന്നും കൂടുതൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുകയാണ് പാകിസ്ഥാൻ. തുർക്കിയുടെ ഏറ്റവും പുതിയ ഡ്രോണായ AT കാർഗി എന്ന ലോയിറ്ററിംഗ് മ്യൂണിഷൻ പാകിസ്ഥാൻ ഈയിടെ വാങ്ങി. ചാവേർ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണിത്. 18 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാവുന്ന പോർമുനയുള്ള ഡ്രോണാണ് AT കാർഗി. ഇതിന് 15,000 അടി വരെ ഉയരത്തിൽ പറക്കാനാകും. 926 കിലോമീറ്റർ വ്യാസത്തിനകത്തുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ സ്ഫോടനം നടത്താൻ കഴിയും. ഒരു ലോയിറ്റർ മ്യൂണിഷനാണ് AT കാർഗി. ആകാശത്ത് പതുങ്ങി ഒരിടത്ത് തന്നെ കൂടുതൽ നേരം തങ്ങി നിൽക്കാൻ കഴിവുള്ള ഡ്രോണുകളാണ് ലോയിറ്റർ മ്യൂണിഷൻ വിഭാഗത്തിൽപ്പെടുന്നവ. റഡാറുകൾക്ക് പിടികൊടുക്കാതിരിക്കാനാണ് ഈ പതുങ്ങി നിൽപ്പ്. അവസരം കിട്ടിയാൽ ഇവ ആക്രമിക്കുകയും ചെയ്യും. US-ലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വീണ്ടും തിരിച്ചടിയുമായി പുതിയ നിയമം. ട്രംപ് ഭരണകൂടം വിസ കാലാവധി പരിമിതപ്പെടുത്താൻ പദ്ധതിയിടുന്നു. താമസ കാലയളവുകൾ നിശ്ചയിക്കാൻ നിർദ്ദേശിക്കുന്നതിനാൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ച പുതിയ നിയമം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് സന്ദർശകർ, വിദേശ വിവര മാധ്യമ പ്രതിനിധികൾ എന്നിവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് വിലയിരുത്തൽ. ഇത് നടപ്പായാൽ വിസ രേഖകൾ പെട്ടെന്ന് നിയമവിരുദ്ധമായി അവസാനിപ്പിക്കുകയും F1 വിസ റദ്ദാക്കുകയും ചെയ്തതിന്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ കരകയറാത്ത അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇത് മറ്റൊരു പ്രഹരമായിരിക്കും. ഇസ്രായേൽ ലക്ഷ്യമാക്കി യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തതെന്നാണ് വിവരം. ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. യമനിൽ നിന്നുള്ള മിസൈലുകൾ പ്രതിരോധിച്ചെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണ നീക്കം വിഫലമാക്കിയത്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങളിൽ സൈറനുകൾ മുഴങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഏകദേശം 3 വർഷത്തിനിടെ ആദ്യമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. അവസാനമായി സംസാരിച്ചത് 2022-ലാണ്. 2 മണിക്കൂർ നീണ്ട ഫോൺ കോളിൽ ഉക്രൈനിൽ എത്രയും വേഗം വെടിനിർത്തലിന് സമ്മതിക്കണമെന്ന് മാക്രോൺ പുടിനോട് ആവശ്യപ്പെട്ടു. ഉക്രൈന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും ഫ്രാൻസിന്റെ അചഞ്ചലമായ പിന്തുണ മാക്രോൺ ഊന്നിപ്പറയുകയും സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച AI മോഡലുകൾ അസ്വസ്ഥത ഉളവാക്കുന്ന പുതിയ സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കുന്നു. കള്ളം പറയുക, തന്ത്രങ്ങൾ മെനയുക, അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ സൃഷ്ടാക്കളെ ഭീഷണിപ്പെടുത്തുക പോലും അപകടകരമായ ഒരു ഉദാഹരണത്തിൽ പ്ലഗ് ഇൻ ചെയ്യുമെന്ന ഭീഷണിയെ തുടർന്ന് ആന്ത്രോപിക്കിന്റെ ഏറ്റവും പുതിയ സൃഷ്ടിയായ ക്ലോഡ് 4 ഒരു എഞ്ചിനീയറെ ബ്ലാക്ക്മെയിൽ ചെയ്തും വിവാഹേതര ബന്ധം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയും തിരിച്ചടിച്ചു. അതേസമയം ChatGPT സൃഷ്ടാവായ OpenAIയുടെ 01 ബാഹ്യ സെർവറുകളിലേക്ക് സ്വയം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയും കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും ചെയ്തു. ജൂണിൽ പല രാത്രികളിലായി ഉട്ടായിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആവർത്തിച്ച് വെടിവെപ്പ് നടന്നു. ഉട്ടായിലെ സ്പാനിഷ് ഫോർക്ക് നഗരത്തിലെ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിലാണ് വെടിവെപ്പുകൾ നടന്നത്. ഏകദേശം 20 മുതൽ 30 വെടിയുണ്ടകൾ ക്ഷേത്ര മതിലിൽ നിന്ന് കണ്ടെടുത്തു. ജൂണിലെ അവസാന വാരാന്ത്യത്തിൽ ക്ഷേത്രത്തിൽ നടന്ന 3ാമത്തെ ആക്രമണമായിരുന്നു ഇത്. ഇത് വിദ്വേഷ കുറ്റകൃത്യമാണെന്ന് അതിന്റെ മാനേജ്മെന്റ് അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.